ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടുപുരുതനായ യേശു ക്രിസ്തുവിനുള്ള വചനത്തെ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് അവസരം കൊണ്ട് തന്നല്ലോ. അതിനെ ഓർത്ത് നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആഴങ്ങളോട്ട് പോയി ഇവിടെ പറയുന്നതായിരിക്കുന്ന ആത്മീയ സത്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകയാൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുക. ഏതെങ്കിലും ഭാഗത്ത് ആകയാൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മുൻപ് എന്തോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു, അതിൻ്റെ പ്രമാണമായിട്ടാണ് ഇനിയും പറയാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ ഇവിടെ ആകയാൽ പറയാനുള്ള കാരണം? 1-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ പ്രമാണമായിട്ട് പത്രോസ് വീണ്ടും തുടങ്ങുകയാണ്. അതായത് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നശിച്ചു പോകുന്ന വിത്തിനാലല്ല നിങ്ങൾ വീണ്ടും ജനം പ്രാപിച്ചിരിക്കുന്നത്, നിലനിൽക്കുന്നതും നശിച്ചു പോകാത്തതുമായ ദൈവവചനമാകുന്ന വിത്തിനാലാണല്ലോ നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ആകയാൽ അത്രയും പറഞ്ഞിരിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ രക്ഷ, നിങ്ങളുടെ ഓരോരുത്തർ രക്ഷ നശിച്ചു പോകാത്ത ദൈവവചനത്താൽ പ്രാപിച്ചതായിരിക്കുന്നത് കൊണ്ട് അടുത്തത് ഇവിടെ പറയുകയാണ്: ആകയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, അടുത്ത് പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് നശിച്ചു പോകാത്ത ദൈവവചനത്താൽ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിശ്വാസികളെ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ 5 സ്വഭാവ രീതികളിൽ നിന്ന് വിശ്വാസ സമൂഹം ഒഴിഞ്ഞിരിക്കണം എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. 1, മാലീസ് അഥവാ ദുഷ്ടത. എല്ലാ ദുഷ്ടതയിൽ നിന്നും നിങ്ങൾ ഒഴിവുള്ളവരായിരിക്കണം എന്ന് പറയുകയാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത മനോഭാവമുള്ളവർ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി ഓർത്തിരിക്കും, പക്ഷെങ്കിൽ മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ദൈവത്തിലായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ക്ഷമിക്കാൻ പറ്റാത്ത, ക്ഷമിച്ചു കൊടുക്കുവാൻ പറ്റാത്ത മനോഭാവം ഉള്ളിൽ കൊണ്ടു നടക്കാനായിട്ട് പാടില്ല. ഉള്ളിൽ കയ്പ് സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല. പക, പിണക്കം ഇവയൊന്നും ഉള്ളിൽ കൊണ്ടു നടക്കാൻ പാടില്ല എന്ന് ഓർപ്പിക്കുക. അതായത് മറ്റുള്ളവർക്ക് വിരോധമായി ദോഷമായ ചിന്തകളൊന്നും ഒരിക്കലും ഉള്ളിൽ കൊണ്ടു നടക്കാനായിട്ട് പാടില്ല. അതിൽ നിന്ന് ദൈവസഭ ഒഴിഞ്ഞിരിക്കണമെന്ന് പത്രോസ് ഓർപ്പിക്കുക. 2ാമതായിട്ട് ഡിസീറ്റ്, ചതിവിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. എല്ലാ ചതിവും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ഏർപ്പെടുവാനായിട്ട് പാടില്ല എന്നാണ്. തന്ത്രങ്ങൾ പ്രയോഗിക്കുക, വഞ്ചന കാണിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കുക, ഇവയിൽ നിന്നെല്ലാം ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ വഞ്ചനയും ചതിവും നടക്കുന്നത് ബിസിനസ് മേഖലകളിലാണ്. ബിസിനസ് അങ്ങനെയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ ഒരിക്കലും അവരെ സ്വാധീനിക്കുവാനായിട്ട് പാടില്ല. അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കണം എന്ന് പറയുക. ഈ തരത്തിൽ സ്വഭാവമുള്ളവരായിരുന്നു അനന്യാസും സഫീറയും. അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പോസ്തലന്മാരുടെ അടുക്കൽ ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് കൊണ്ടുവന്നിട്ട് കുറച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ച് ബാക്കി ആർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാർക്ക് കൊടുത്തു.
അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. പക്ഷെങ്കിൽ ദൈവം അത് കണ്ടെത്തി ന്യായമായിട്ടുള്ള ശിക്ഷണ നടപടി നടത്തുവാനായിട്ടിടയായത്തോ വ്യാജം കാണിക്കുക, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അത് ദൈവത്തിന് ഇഷ്ടമുള്ള വിഷയമല്ല. അടുത്തതായിട്ട് പറയുന്ന മൂന്നാമതായിട്ട് ഹിപ്പോക്രസി, വ്യാജഭാവം അഥവാ അഭിനയം നടിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മാന്യനായിട്ടും നല്ലവനായിട്ടും നമ്മൾ അഭിനയിക്കുക. പുറത്ത് നല്ല മനുഷ്യനാണ്, പക്ഷേ അകത്ത് വരുമ്പോൾ വേറെ മനുഷ്യൻ. അങ്ങനെ നമുക്കൊരിക്കലും പാടില്ല. അകമയായാലും പുറമേ ആയാലും വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായിരുന്നാലും ഒരേ സ്വഭാവമാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു ഹിപ്പോക്രസി, വ്യാജഭാവം, അഭിനയിക്കുന്ന സ്വഭാവ രീതികൾ ഉണ്ടാകാൻ പാടില്ല. എവിടെയായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും നമുക്ക് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എവിടെയും മുറുക്കി പിടിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് ഇവിടുത്തെ വിഷയം. നാലാമതായിട്ട് അസൂയ അല്ലെങ്കിൽ നീരസം ഉള്ളിൽ കൊണ്ടു നടക്കാൻ പാടില്ല. ചില ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും കാണുമ്പോൾ ഉള്ളിൽ ചെറിയ നീരസം ഉണ്ടാകാറുണ്ട്. ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവ രീതിയാണ് അസൂയ എന്ന് പറയുന്നത്. അത് അനേകർക്കുള്ള ഒരു പ്രത്യേകതയാണ്. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യസ്തമാണ്. ദൈവം ഉയർന്നവനെ താഴ്ത്തുകയും താഴ്ന്നവനെ ഉയർത്തുകയും ചെയ്യുന്നവനാണ്. ഒരിക്കലും ഒരേ നിലവാരത്തിൽ ജീവാവസാനം വരെയും നമ്മെ അങ്ങനെ നടത്തുന്നവനല്ല ദൈവം. കഷ്ടതകളുണ്ടായിരിക്കും, പ്രയാസമുണ്ടായിരിക്കും, ഇടുക്കവും ഞെരുക്കവും ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം ഒരു വിശാലതയിൽ നമ്മെ കൊണ്ടുവരും. എന്നാൽ ദൈവം മറ്റുള്ള നമ്മുടെ കൂട്ട സഹോദരങ്ങളൊക്കെ അനുഗ്രഹിക്കുമ്പോൾ, അവർക്ക് നന്മകൾ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷത്തിൽ നാം പങ്കുചേരുകയും അവരോട് ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ഒന്നിനാലും മറ്റുള്ളവരുടെ അഭിവൃദ്ധിയെ ഓർത്ത് നീരസപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് തക്ക സമയത്ത് നമുക്കൊരുക്കിയ നന്മയൊക്കെയും അവ നൽകിത്തരും. അതിൽ നാം മറ്റുള്ളവരെ സന്തോഷിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുവാനായിട്ട് അങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് സഭ ഒഴിഞ്ഞിരിക്കട്ടെ എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട് സ്ലാൻഡർ അഥവാ നുണ പറയുക അല്ലെങ്കിൽ പരദൂഷണം പറയുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ സ്വഭാവഹത്യ നടത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെ ചെളിവാരി എറിയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക, ഇതൊക്കെ ദൈവമക്കൾക്ക് ഭൂഷണമല്ലാത്ത വിഷയമാണ്. ഇത്രയും 5 കാര്യങ്ങൾ പത്രോസ് ദൈവസഭയെ ഓർപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ വീണ്ടും പ്രാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? നിങ്ങൾ രക്ഷാപൂർത്തി പ്രാപിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന വിത്ത് കൊണ്ടല്ല, നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായിരിക്കുന്ന ദൈവവചനത്താൽ നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം പറഞ്ഞു വരികയാണ്, നിങ്ങൾ ദൈവവചനത്തിൽ വീണ്ടും ജനിച്ചവരായിരിക്കുന്നുണ്ട്, ദൈവവചനത്താൽ പുതുസൃഷ്ടികളായിരിക്കുന്നുണ്ട്. ഇത്തരം സ്വഭാവ രീതികൾ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പത്രോസ് വിശ്വാസത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ വലിയ പരിവർത്തനം സംഭവിച്ചു, മാനസാന്തരം സംഭവിച്ചിരിക്കുന്നു. രക്ഷയുടെ ആ ദാനം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ രക്ഷയുടെ ദാനത്തിൻ്റെ ആ പ്രവൃത്തിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് പോവുക. പഴയ സ്വഭാവരീതികളൊന്നും നിങ്ങളെ സ്വാധീനിക്കുവാൻ പാടില്ല എന്ന് പറയുകയാണ്. ഈ വിധ സ്വഭാവരീതികളോട് അഥവാ പെരുമാറ്റങ്ങളോട് എന്നേക്കുമായി വിട പറയുക. അതിനുശേഷം പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീരും. വലിയൊരു കാര്യം ഓർപ്പിച്ചിട്ട് ചില കാര്യങ്ങളൊന്നും ഒഴിവുള്ളവരായിരിക്കാൻ പറഞ്ഞിട്ട് അടുത്ത് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീരുക. എന്താണ് ഇപ്പോൾ ഈ ജനിച്ച ശിശുവിൻ്റെ പ്രത്യേകത? ഇപ്പോൾ ജനിച്ച ശിശുവിന് ആവശ്യമായിരിക്കുന്ന എന്താണ്? പാലാണ് ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്നത്. അതിൻ്റെ വളർച്ചയ്ക്ക് പാലാണ് ആവശ്യമായിരിക്കുന്നത്. കട്ടിയുള്ള ആഹാരം അതിന് കഴിക്കുവാൻ പാടില്ല, പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്ക് പാൽ ആവശ്യമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവരെ പോലെ ആയിത്തീരുക.
അത് കുടിച്ച് വേണം ചില കാലഘട്ടങ്ങൾ വരെ നിങ്ങളുടെ വളർച്ച നിയന്ത്രിക്കണം. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരികയും എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, പാലെന്ന് പറയുന്ന ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ട്, പോഷകങ്ങളുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വെള്ളമുണ്ട്, ഫാറ്റുണ്ട്, കൊഴുപ്പുണ്ട്, വൈറ്റമിൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നിവയുള്ള നിരവധി പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന സമ്പൂർണ്ണ ആഹാരമാണ് എന്ത്? പാല് എന്ന് പറയുന്നത്. അതുകൊണ്ട് പത്രോസ് ഓർപ്പിക്കുക, നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ജനിച്ച ശിശുവിന് ഒരു സമ്പൂർണ്ണ ആഹാരം ആവശ്യമായിരിക്കുന്ന പോലെ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നിങ്ങൾ വളരുവീൻ എന്ന് പറയും. ദൈവവചനത്താൽ വീണ്ടും ജനം പ്രാപിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവവചനമാകുന്ന പാൽ തന്നെ കുടിച്ച് നിങ്ങൾ വളരുവീൻ എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിന് അവൻ്റെ ശൈശവകാല വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന സകല പോഷകങ്ങളും എന്തിലടങ്ങിയിട്ടുണ്ട്? പാലിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനത്തെ ഇവിടെ താരതമ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് പാലിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ദൈവവചനം നിങ്ങൾ കുടിക്കുകയും ഭക്ഷിപ്പിൻ എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ പത്രോസ് വിശ്വാസത്തോടെ ഓർപ്പിക്കുന്നത്, ശിശുക്കൾ കുടിക്കുന്ന പോലെ രക്ഷയിൽ വളർന്നു വരുവാനായിട്ട് വചനമില്ലാത്ത മായമില്ലാത്ത പാൽ നിങ്ങൾ കുടിച്ച് മതിയാകും. അത് കുടിച്ച് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തണം, ആത്മജീവിതത്തെ വളർത്തിക്കൊണ്ടുവരണം എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പത്രോസ് പറയുമ്പോൾ, പത്രോസിൻ്റെ വായനക്കാർ എല്ലാവരും പുതുതായി രക്ഷിക്കപ്പെട്ട് വന്നവർ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അവർ ശൈശവ അവസ്ഥയിൽ കിടക്കുന്നു എന്ന അർത്ഥത്തിലല്ല പത്രോസ് പറയുന്നത്. പുതിയ വിശ്വാസികൾ കണ്ടേക്കാം, എന്നാൽ ന്യായമായിട്ടും പഴക്കം ചെന്ന പ്രായം ചെന്നാലിരിക്കുന്ന വിശ്വാസികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ശിശുക്കൾ പാൽ കുടിക്കുവാനായിട്ട് കരയുന്നത് പോലെ നിങ്ങൾ ദൈവവചനമാകുന്ന പാൽ കുടിക്കുവാനായിട്ട് കാംക്ഷിപ്പീൻ, വാഞ്ചിപ്പീൻ. ആ കുഞ്ഞിന് കരയുവാൻ മാത്രമേ അറിയത്തുള്ളൂ. കരയുന്ന കുഞ്ഞിന് മാത്രമേ എന്ത് ലഭിക്കത്തുള്ളൂ? പാല് കിട്ടത്തുള്ളൂ. അത് കരയുവാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കരയുമ്പോൾ മാതാപിതാക്കളതിന് പാല് കൊടുക്കുന്ന പോലെ തന്നെ അതുപോലെ ഉള്ളായിരിക്കുന്ന ആന്തരികമായ ഒരു ആവേശം, ഒരു കരച്ചൽ, ഒരു ഉത്സാഹം, ഒരു താല്പര്യം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവവചനം നിങ്ങൾ അതുപോലെ പാനം ചെയ്യണം, കഴിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതിൽ മായമില്ലാത്തതായ ഒരു തിരുവെഴുത്താണ് ദൈവവചനം എന്ന് പറയുന്നത്. ദൈവവചനം കുടിച്ച് നിങ്ങൾ നാൾക്ക് നാൾ വളരണം എന്നാണ് പത്രോസ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ദൈവവചനം പഠിക്കുക? നാം ഇവിടെ സഭയിൽ ഏത് രീതിയിലാണ് ദൈവവചനം ഇപ്പോൾ പഠിച്ചു വരുന്നത്, അതേ പാറ്റേണിൽ തന്നെയാണ് ദൈവവചനം യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. ദൈവവചനം പഠിക്കുമ്പോൾ സാവകാശമായി നിന്നുകൊണ്ട് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഭാഷാ പ്രയോഗവും അതിൻ്റെ പശ്ചാത്തലവും ഭൂമിശാസ്ത്രം പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഇതെല്ലാം ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. വേഗത്തിൽ ഓടിച്ചു പോകേണ്ടതല്ല ദൈവവചനം എന്ന് പറയുന്നത്. സാവകാശമായി നിന്ന് എന്താണ് അവിടുത്തെ വിഷയം എന്ന് നിന്ന് പഠിക്കേണ്ടായിരിക്കുന്ന ഒരു അനുഭവമാണ്. അതേ പാറ്റേണിലാണ് നമ്മൾ ഇവിടെ ദൈവവചനം പഠിച്ചു വരുന്നത്. അപ്പോൾ ആദിമസഭയുടെ പ്രത്യേകത 4 കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:42 നാം വായിക്കുന്ന പ്രകാരമാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 4 ഘടകങ്ങൾ, 4 കാര്യങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരിൽ കൂടി ഉപദേശ സത്യങ്ങൾ സഭയെ പഠിപ്പിച്ചു എന്നാണ്. ദൈവവചന പഠനം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവവചന പഠനം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് പല ആൾക്കാരും പലയിടങ്ങളിലും ഞായറാഴ്ചകളായിരിക്കുന്ന ഈ ആരാധനയും ഇടയോഗങ്ങളും ഒക്കെ കൊണ്ടങ്ങ് സംതൃപ്തിപ്പെടുകയാണ്. കോട്ടേജ് മീറ്റിങ്ങുകൾ സംതൃപ്തിപ്പെടുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളോട്ട് പോയി ദൈവസഭയ്ക്ക് എനിക്ക്
ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അറിയുവാനായിട്ട് പലർക്കും താല്പര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംതൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോകുന്ന അനുഭവമാണ്. എന്നാൽ നമ്മുടെ സ്ഥലസഭയെ സംബന്ധിച്ചോളം ദൈവം നമുക്ക് വിലയേറിയ അവസരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യം ഗ്രഹിക്കുവാൻ, അത് പഠിക്കുവാൻ നമുക്ക് കൊടുക്കുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ വചനം അറിയാകിയാൽ എന്ത് ചെയ്യുന്നു? സമൂഹം തെറ്റിപ്പോവുകയാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അനേക സ്ഥലസഭകളിൽ ദുരുദ്ദേശങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തും ഏതും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വചനം അറിയാകിയാൽ അവർ തെറ്റിപ്പോകുന്നു. അടിസ്ഥാന പ്രമാണങ്ങൾ അറിയാതെ കൊണ്ട് അവർ തെറ്റിപ്പോവുകയാണ്. ഇത് അറിയുവാനും ദൈവവചനം അറിയുവാനും പഠിക്കുവാനും അതിൻ്റെ ആഴങ്ങളോട്ട് യാത്ര ചെയ്യുവാനുള്ളായിരിക്കുന്ന ഒരു താല്പര്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സകലതും എന്തിനടങ്ങിയിട്ടുണ്ട്? ദൈവവചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ സാവകാശം ഇരുന്ന് പഠിച്ച് ഗ്രഹിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മൂന്നാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ദയാലുവാകുന്നു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദയാലുവാകുന്നുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പത്രോസ് 34-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്ന് പറയുക. അതിൽ നിന്ന് പത്രോസ് ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്, അവൻ നല്ലവൻ. ഇവിടെ 43-ാം വാക്യത്തിൽ കർത്താവ് ദയാലു ആകുന്നു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അതായത് 2-ാം വാക്യത്തിൽ പറഞ്ഞു വന്ന ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ എന്ന് പറയുന്നതിൽ തുടർച്ചയായിട്ടാണ് ഈ വാക്യം പറയുന്നത്. ദൈവവചനം രുചിച്ചറിയുവാനുള്ള വാഞ്ച നിങ്ങൾക്കുണ്ടാകണം. കർത്താവ് ദയാലുവാകുന്നു എന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ആത്മീയ ജീവിതത്തിലൂടെ നിങ്ങൾ പാദങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ കർത്താവ് ദയവുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്ന് നിങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങളുടെ രക്ഷ നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ കർത്താവ് എന്നോട് ദയാലുവാകുന്നുവെന്ന് നിങ്ങൾ ഓൾറെഡി രുചിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അത് എത്ര അനുഗ്രഹപ്പെട്ടായിരിക്കുന്ന വിഷയമാണ്. അതൊരു അത്ഭുതകരമായ വിഷയമാണ്. ആ ടേസ്റ്റ് നമ്മൾ അനുഭവിച്ചു. യിരെമ്യാ പ്രവാചകൻ 15:16 പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായിരിക്കുന്നു എന്ന് യിരെമ്യാ പറയുകയാണ്. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ വായനക്കാർ എല്ലാവരും കർത്താവ് ദയാലുവാണ് എന്ന് അവർ ആസ്വദിച്ചു. ദൈവം കൈൻഡ്നെസ്സാണ്, ദയവുള്ളവനാണ് എന്ന് അവർ ടേസ്റ്റ് ചെയ്തിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു. അത് രുചിച്ചത് മാത്രമേ ഉള്ളൂ. വീണ്ടും അടുത്ത ഘട്ടങ്ങളിലോട്ട് പോകേണ്ടത് ആവശ്യമായിരിക്കും. ഇപ്പോൾ ടേസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതലായിട്ട് അത് അറിയുവാനായിട്ട് ആവശ്യമായിരിക്കുന്നു എന്ന് പത്രോസ് ഓർപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ യഹോവ നല്ലവനെന്ന് വീണ്ടും ആഴങ്ങളോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും എന്ന് ഓർപ്പിക്കുക. അതിന് 4-5 വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്, മനുഷ്യർ തള്ളിയെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്ക് വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ആത്മീയഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതന്മാർക്ക് മാർഗേണ്ടതിന് പണിയപ്പെടുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ മുതൽ 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ നാം പരിശോധിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ ഒരു കല്ലായിട്ട്, ഒരു പാറയായിട്ട് ഉയർത്തി കാണിക്കുകയാണ്. ആ പാറയുടെ വിവിധങ്ങളായിരിക്കുന്ന സ്വഭാവ രീതികളെ പറ്റി ഇനി ആവർത്തിച്ച് പത്രോസിനോട് ഓർപ്പിക്കുകയാണ്. പറഞ്ഞത് തന്നെ വീണ്ടും ഇങ്ങനെ അതിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന ഘട്ടങ്ങളിലോട്ട് പത്രോസ് പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നാം അടുത്ത ചില സമയങ്ങളിൽ 4 മുതൽ 6, 8 വരെയുള്ള വാക്യങ്ങളോട് നാം സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും അതുപോലെ പറഞ്ഞായിരിക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും ഓർപ്പിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം പത്രോസ് അത് വീണ്ടും ഇവിടെ ആവർത്തിച്ച് നല്ല സഭ ഓർപ്പിക്കുകയാണ്. ഈ 4-5 വാക്യങ്ങൾ പത്രോസ്
യെശയ്യാപ്രവചനം 28:16 നിന്നും സങ്കീർത്തനം 118:22 നിന്നും ഉദ്ധരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇതേ ഭാഗം തന്നെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 21:42-44 വാക്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: യേശു ക്രിസ്തു സഭയുടെ മൂലക്കല്ലാവുന്നു എന്ന് പത്രോസ് അവിടെ സ്ഥാപിക്കുകയാണ്. അതായത് പത്രോസ് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും വിശ്വാസിയുടെ ശ്രേഷ്ഠതയും എന്താണെന്ന് പത്രോസ് ഇവിടെ വിവരിക്കുക. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്താണ്, വിശ്വാസിയുടെ ശ്രേഷ്ഠത എന്താണെന്ന് ഓർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ അവൻ സഭയുടെ മൂലക്കല്ലാണ്. സഭയുടെ പ്രത്യേകത, സഭ അതായത് വിശ്വാസികൾ സഭയിലെ ജീവനുള്ള കല്ലുകളാണ്. ക്രിസ്തു കല്ലും സഭ കല്ലുകളും. ഒരേ രീതിയിൽ പത്രോസ് അവന് വിരിക്കുകയാണ്. ഈ ആത്മീയ സത്യം പത്രോസ് പറഞ്ഞായിരിക്കുന്ന ഇതേ ആത്മീയ സത്യം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ അല്പം കൂടെ വിശദമായി പറയുകയാണ്. എഫേസ്യ 2-ാം അധ്യായത്തിൻ്റെ 19-22 വരെ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ പോലെ തന്നെ പൗലോസ് പറയുകയാണ്. ഇനിയും പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർ 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ പത്രോസ് പറഞ്ഞ അതേ വിഷയത്തിൻ്റെ സഭ ജീവനുള്ള കല്ലുകളാണ്, ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ് എന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണമായ വിശദീകരണമാണ് ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ക്രിസ്തു അവനാരാണ്? സഭയുടെ മൂലക്കല്ലാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർ സഭയുടെ അടിസ്ഥാന കല്ലുകളാണ്. വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് അവരിട്ടതായ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളാണ്. നാം ഓരോരുത്തരും ദൈവസഭയുടെ കല്ലുകളാണ്, ജീവനുള്ള കല്ലുകളാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു അടിസ്ഥാനം, ഒരു മൂലക്കല്ലും അതിനോട് ചേർന്ന അടിസ്ഥാന കല്ലും ഇട്ട് കഴിയുമ്പോൾ എല്ലാ കല്ലുകളും പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്നിനോട് ചേർന്ന് ഒന്നിനോട് മുട്ടി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയും. അതിന്മേൽ സഭയാവുന്ന വിശ്വാസത്തെ ചേർത്തുകൊണ്ട് ജീവനുള്ള കല്ലുകൾ ഇങ്ങനെ പണിതു പോവുകയാണ്. അപ്പോൾ ഈ കല്ലുകൾ മൊത്തത്തിൽ ഇങ്ങനെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ പത്രോസ് ഉയർത്തിക്കാട്ടുന്ന കല്ല് എന്ന് പറയുന്നത് ശ്രേഷ്ഠവും മാന്യവും ജീവനുള്ളതുമായ കല്ല് എന്ന് പത്രോസ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു ജീവനുള്ള കല്ലാണ്, വിശ്വാസികൾ ജീവനുള്ള കല്ലുകളുമാണ്. ഇതാണ് പത്രോസ് താരതമ്യം ചെയ്യുന്നത്. 4-ാം വാക്യത്തിൽ കല്ലുകളെ പറ്റി പറഞ്ഞിട്ട് പെട്ടെന്ന് 5-ാം വാക്യത്തോട് പത്രോസ് കടക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ആത്മീയ ഗൃഹമായിട്ട് തീർന്നിരിക്കുന്നു, ആത്മീയ ഗൃഹമായിട്ട് പണിതിരിക്കുന്നു. ആത്മീയ ഗൃഹമാണെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ യാഗം അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മെ ഓരോരുത്തരും വിശുദ്ധ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കണം. ഇപ്പോൾ വിശ്വാസികൾ ജീവനുള്ള കല്ലുകളും അപ്പോൾ തന്നെ വിശുദ്ധ പുരോഹിത വർഗവും ആകുന്നു എന്ന് പറയുകയാണ്. 2 പദവികളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ജീവനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും, അത് മാത്രമല്ല വിശുദ്ധ പുരോഹിത വർഗവുമാണ്. മോശയുടെ ന്യായപ്രമാണ കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ലേവ്യ ഗോത്രത്തിനും അഹരോന്യ കുടുംബത്തിനും മാത്രമായി പരിമിതപ്പെടുത്തിയ ഒന്നായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക്
ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് നിയമം അനുവദിച്ചിരുന്നില്ല. ദൈവസന്നിധിയോട് കടന്നു വന്ന് അവനെ ആരാധിക്കാനായിട്ട്, യാഗം അർപ്പിക്കുവാനായിട്ട് നിയമം അവരെ അനുവദിച്ചിരുന്നില്ല. മഹാപുരോഹിതന്മാർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത്. അത് അവരുടെ വിശേഷ ദിവസമായിരിക്കുന്ന യോം കിപ്പൂർ അഥവാ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, മഹാപാപ പരിഹാര ദിനത്തിലാണ് ഈ മഹാപുരോഹിതൻ ദൈവസന്നിധിയിലോട്ട് കടന്നു ചെല്ലുന്നത്. അതായിരുന്നു അവരുടെ പ്രത്യേകത. എന്നാൽ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ, കൃപായുഗത്തിലോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, എല്ലാ വിശ്വാസികൾക്കും രാത്രിയിലും പകലും വ്യത്യാസം കൂടാതെ ഏത് സമയത്തും ഏത് നിമിഷവും ഈ ദൈവത്തിന് സന്നിധിയിൽ കടന്നിരിക്കുന്ന പ്രാഗൽഭ്യവും അനുവാദവും നമുക്ക് അവന് നൽകപ്പെട്ടിരിക്കുകയാണ്. സമയം കാലങ്ങളൊന്നും അവിടെ വിഷയമല്ല. ഏത് സമയത്തും നമ്മെ അനുവദിച്ചിരിക്കുക. കാരണം നമ്മുടെ പദവി അവൻ ഉയർത്തി തന്നിരിക്കുകയാണ്. നമ്മെ ഏത് പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നു. രക്ഷിക്കപ്പെടാതിരിക്കുന്ന ദൈവജനം എല്ലാവരും രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മെ എലവേറ്റ് ചെയ്തിരിക്കുകയാണ്, ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ രാജകീയ പുരോഹിത വർഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസഭയോട് ചെല്ലുവാനിരിക്കുന്ന അവകാശവും പ്രാഗൽഭ്യവും അവൻ തന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും ഒരു ദൈവവൈതലിന് തങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ദൈവസഭയോട് അടുത്തിരുവാനുള്ള അനുവാദം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? നാം ഒരു രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കടമ എന്ന് പറയുന്നത് അവരുടെ സന്നിധിയിൽ കടന്നുവന്ന് യാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഏത് തരത്തിലുള്ള യാഗമാണ് നാം അർപ്പിക്കേണ്ടത്? പഴയ നിയമ കാലഘട്ടങ്ങളിൽ മൃഗം, പക്ഷി തുടങ്ങി ഭക്ഷ്യധാന്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന് ആരാധനയായിട്ട് അവർ അർപ്പിച്ചിരുന്നു. അപ്പോൾ പുതിയ സഭാവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചൊക്കെ അടിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം ഒരു സംഭവമുള്ള യാഗമായിരുന്നു. അത് എന്നേക്കുമായിട്ടുള്ള യാഗമായിരുന്നു. അതോടുകൂടി സകല പഴയ യാഗങ്ങൾക്കും പരിസമാപ്തി വന്നു. അതിനുശേഷമായിട്ട് ഒരു യാഗത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ പഴയ നിയമത്തെ പുരോഹിതന്മാർ ഈ പറയുന്ന മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊണ്ടുവന്ന് അത് ദൈവത്തിന് അർപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കടമ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ വിശ്വാസികളെ സംബന്ധിച്ചോളം നമുക്കും യാഗം അർപ്പിക്കുവാനായിട്ടുണ്ട്. യാഗം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് ക്യാൻസൽ ആക്കിയിട്ടില്ല. പക്ഷെ അതിൻ്റെ രീതിക്ക് അല്പം മാറ്റം വന്നു. പഴയ നിയമത്തിലും ദൈവജനം യാഗം അർപ്പിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷേ ആ നിലയിൽ തത്തുല്യമായ നിലയിലല്ല. പക്ഷെ ആ ഒരു ഐഡിയ, ആ യാഗത്തിന് ക്യാൻസലേഷൻ വന്നിട്ടില്ല. പക്ഷേ യാഗത്തിന് വേറൊരു തലത്തിൽ ആ യാഗം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ യാഗം വിശ്വാസികൾക്ക് ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്? ഈ പറയുന്ന മൃഗങ്ങളോ പക്ഷികളോ ഒന്നുമല്ല. അതിനെ വേറൊരു തരത്തിൽ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു പരിവർത്തനം സംഭവിച്ചിട്ട് ഇനിയും നിങ്ങൾ ആ രീതിയിൽ ചെയ്തിട്ട് അർത്ഥമില്ല. കാരണം നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളെ ദൈവത്തിൻ്റെ രാജകീയ വർഗമായി തീർത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയാണ്, അത് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പോൾ നമ്മുടെ ആ പ്രത്യേകത മനസ്സിലാക്കി നോക്കുകയും പ്രിയപ്പെട്ടവരെ, ഏത് സമയങ്ങളിലും ഏത് അവസ്ഥകളിലും നമുക്ക് നമ്മെ തന്നെ ദൈവസേനയിൽ യാഗമായി സമർപ്പിക്കാനായിട്ട് ദൈവം വിലയേറിയ അവസരം നൽകിയിരിക്കുകയാണ്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയേണ്ട വളരെ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ അടുത്തത് 6 മുതൽ 8 വരെയുള്ള ഭാഗത്തെ കടന്നു വരുമ്പോൾ, ഈ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ ഭാഗത്തെ പത്രോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിൽ നിന്നും 3 വേദഭാഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. 3 വേദഭാഗങ്ങൾ. ഒന്ന് യെശയ്യാ പ്രവചനം 28:16,
സങ്കീർത്തനം 118:22, 3 യെശയ്യാപ്രവചനം 8:14. ഈ 3 ഭാഗങ്ങളിൽ നിന്നും പത്രോസ് 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ഉദ്ധരിച്ചുകൊണ്ട് അടുത്ത വിശേഷത്തെപ്പറ്റി പറയുകയാണ്. അവിടെ യെശയ്യാപ്രവചനം 28:16 ഭാഗം പത്രോസ് ഉദ്ധരിക്കുമ്പോൾ അവിടെ നിന്ന് എപ്രകാരം കാണുന്നുണ്ട്: ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നുവെന്ന് യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്. അത് പത്രോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഇവിടെ യെശയ്യാപ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് ഇവിടെ പത്രോസ് അതിൻ്റെ വിശദീകരണം നൽകുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അഥവാ മശിഹായെ ഒരു പ്രത്യേക കല്ലായിട്ട് ഇവിടെ ചിത്രീകരിച്ച് കാണിക്കുക. യേശു ക്രിസ്തുവിനെ ഒരു പ്രത്യേക കല്ലായിട്ട് ഇവിടെ ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ സിയോനിൽ, ഇസ്രായേലിൽ അഥവാ യെരുശലേമിൽ ഒരു അടിസ്ഥാനമിടുന്നു. ഒരിക്കൽ ഈ മശിഹ യെരുശലേം പട്ടണത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു സിയോനിൽ ഒരു അടിസ്ഥാന കല്ല് ഇടുന്നു, ഒരു മശിഹ രാജാവായി വാഴുവാനായിട്ട് വരുന്നു എന്നുള്ള ധ്വനിയാണ് യെശയ്യാപ്രവാചകൻ അവിടെ നൽകിയിരിക്കുന്നത്. ആ പ്രവചനത്തിന് നിവൃത്തി എന്ന വണ്ണം മശിഹ ഭൂമിയിൽ വന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രാജാവായിട്ട് യഹൂദൻ്റെ രാജാവായിട്ട് കർത്താവ് കടന്നു വരികയാണ്. എന്നാൽ ഈ യഹൂദവർഗം മശിഹായെ, യേശു ക്രിസ്തുവിനെ തങ്ങളുടെ മശിഹായെ സ്വീകരിക്കുവാനായിട്ട് മനസ്സില്ലാതെ വന്നു. അവരവനെ തിരസ്കരിച്ചു, അവനെ അപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു, അവനെ കൊന്നുകളഞ്ഞു. അത് ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? താൻ സ്ഥാപിക്കേണ്ടിയിരുന്ന രാജ്യം മാറ്റിവെച്ചു. അത് 1000 ആണ്ടിലോട്ട് മാറ്റിവെച്ചു, പോസ്റ്റ്പോൺ ചെയ്തു. കർത്താവ് വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. സിയോനിൽ അടിസ്ഥാന കല്ല് ഇടുന്നു എന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ മശിഹ വന്നു. പക്ഷെങ്കിൽ യഹൂദജാതി തിരസ്കരിച്ചപ്പോൾ താൻ സ്ഥാപിക്കാനായിട്ട് ഇട്ടിരുന്ന പദ്ധതി 1000 ആണ്ടിലോട്ട് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഈ മശിഹായിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിലാണ് ഇന്ന് മശിഹ രാജാവായിട്ട് വാഴുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് വാഴുന്നു. അവൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന 3 പ്രവചന ഭാഗങ്ങളിൽ, പത്രോസ് ഉദ്ധരിക്കുന്ന ഈ 3 പ്രവചന ഭാഗങ്ങളിൽ നിന്നും പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് 3 രീതിയിലാണ്. 1, യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ഒരു കല്ലാണ്. 2, യേശുക്രിസ്തു വിലയേറിയ കല്ലാണ്. 3, യേശുക്രിസ്തു മൂലക്കല്ലാണ്. ഇങ്ങനെ 3 രീതിയിലാണ് പ്രവചന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് ഈ ഭാഗം വിശ്വാസത്തിനോട് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വിശേഷതകൾ പ്രവാചകന്മാരുടെ ഭാഷയിൽ എങ്ങനെയാണ് എന്ന് അവരെ വിവരിച്ചു കൊടുക്കുകയാണ്. ഇനി 6ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ വാക്യത്തിൻ്റെ 2ാം ഭാഗത്തായിട്ട് നാം കാണുന്നത് അവിടെ ഒരു ഉദ്ധരണിയാണ്. അവിടെ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പത്രോസ് പറയാൻ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുകയില്ല എന്ന് പത്രോസ് അവിടെ പറയുക. ആ പറയുന്ന ഉദ്ധരണി യെശയ്യാപ്രവചനം 28:16 വാക്യത്തിൽ നിന്ന് എടുത്തതാണ്. അവിടെ പ്രാർത്ഥന വായിക്കുന്നു, വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല എന്ന് പറയും. യെശയ്യാ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരോ ഓടിപ്പോകുകയില്ല എന്ന് പറയുമ്പോൾ പത്രോസ് അതിനെ എടുത്തിട്ട് പറയുന്നത് വേറെ രീതി പറയുകയാണ്. അവൻ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പത്രോസ് പറയുകയാണ്. ഈ 2 വാക്യങ്ങളും, പത്രോസിൻ്റെ പ്രസ്താവനയും യെശയ്യാപ്രവാചകന്റെ പ്രസ്താവനയും രണ്ടും കൂടെ ചേർത്ത് നാം പഠിക്കുമ്പോൾ ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ ഒരാൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു കാലത്തും ലജ്ജിക്കുകയില്ല. അതാണ് പത്രോസ് പറയുന്നത്.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂലക്കലായി നിങ്ങൾ ക്രിസ്തുവിനെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ ലജ്ജിക്കേണ്ടി വരികയില്ല, ഓടിപ്പോകേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അവർ ലജ്ജിച്ചു പോവുകയില്ല, അവർ നിരാശപ്പെട്ടു പോവുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, നിത്യതയോർത്ത് അവർ ഭാരപ്പെടേണ്ടായിരിക്കുന്ന ആവശ്യം ഇല്ല. മരണശേഷം എന്തായിത്തീരും എന്നുള്ള ആകുലത വേണ്ട. കാരണം അവർ തങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ജീവിതത്തിൻ്റെ മൂലക്കല്ലായി സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നിനെ ഓർത്ത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഓടിപ്പോകേണ്ട ആവശ്യമില്ല, ലജ്ജിച്ചു പോകേണ്ട ആർക്ക് വരികയില്ല എന്ന് പത്രോസ് വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളെപ്പറ്റി നാം പഠിക്കുമ്പോൾ, ഇത്രയും ഭാഗങ്ങളെപ്പറ്റി ചേർത്ത് പഠിക്കുമ്പോൾ, ഈ ഭാഗങ്ങളിൽ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ പത്രോസ് വിശ്വാസികളുടെ 2 വിധ ബന്ധങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത്, ഒരു കെട്ടിടം അടിസ്ഥാന കല്ലുകളിൽ നിൽക്കുന്നത് പോലെ നാമും ക്രിസ്തുവിൽ നിൽക്കുന്നു എന്ന് പത്രോസ് സ്ഥാപിക്കുക. ഒരു കെട്ടിടം എങ്ങനെയാണ് നിൽക്കുന്നത്? അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിടം നിൽക്കത്തുള്ളൂ. അപ്പോൾ നല്ല അടിസ്ഥാനം ഇട്ടുകൊടുത്താൽ കെട്ടിടം അനേക വർഷം നിലനിൽക്കും. ആയതുപോലെ തന്നെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ നാം എല്ലാവരും നിൽക്കുന്നു എന്ന് പത്രോസ് ഓർപ്പിക്കുക. ക്രിസ്തു ഇട്ടാൽ ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, കല്ലുകൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ വിശ്വാസ സമൂഹവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. നാം എല്ലാവരും ജീവനുള്ള കല്ലുകളാണ്. ക്രിസ്തുവിലാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ക്രിസ്തു വിശ്വാസികളും എങ്ങനെയായിരിക്കുന്നു? പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. കാരണം നാം എല്ലാവരും ഒരപ്പത്തിൻ്റെ അവകാശികളും ഒരു പാനപാത്രത്തിൻ്റെ അവകാശികളും ആണ്. എല്ലാവരും കൃപയാലും വിശ്വാസാലുമാണ് രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള രക്ഷ കിട്ടിയിരിക്കുന്നത്. സകല മാനവജാതിക്കും ഒരേ ഫോർമുലയാണ്. രക്ഷയുടെ ഫോർമുല എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സദാകാലത്തും രക്ഷയുടെ ഫോർമുല ഒന്ന് തന്നെയാണ്. അതെന്ന് പറയുന്നത് കൃപ അധികം വിശ്വാസം സമം രക്ഷ. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പത്രോസ് പറയാണ്, കല്ലുകൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ സഭാജനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. എത്രയോ ശ്രേഷ്ഠരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ക്രിസ്തുവുമായിട്ടും ബന്ധമുണ്ട്. പിന്നെ ആരുമായിട്ടും ബന്ധമുണ്ട്? ക്രിസ്തു വിശ്വാസികളുമായിട്ടും ബന്ധമുണ്ട്. ലോകത്തിൽ എവിടെയെല്ലാം ദൈവമക്കളുണ്ടോ അവരെല്ലാം നമ്മുടെ കൂട്ടു സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ സഭാ ബന്ധമാണ്, ആത്മീയ ബന്ധമാണ് നമുക്കുള്ള. ദൈവമക്കളുമായിട്ട് എവിടെയുള്ളവരായാലും ഏത് സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരായാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ആത്മീയ ബന്ധമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പണി അവൻ നടത്തിക്കൊണ്ടുപോകുന്നത്. കാരണം ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ജീവനുള്ള കല്ലുകളായിട്ട് അവർ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭാഷയോ വർഗമോ വർണ്ണമോ സഭയോ ഒന്നും വ്യത്യാസമല്ല. ജീവനുള്ള കല്ലുകൾ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടായിരിക്കുന്ന ദൈവമക്കളുടെ സംഘമാണ് സഭ എന്ന് പറയുന്നത്. അവരുമായിട്ട് നമുക്ക് ആത്മീയ കൂട്ടായ്മ എന്നും ഉണ്ട് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. കർത്താവ് ഒരിക്കൽ പറയുണ്ടായി, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ മൂലക്കല്ലായി നിൽക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ വിട്ടിട്ട് ഒന്നും സഭയ്ക്ക് ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. ഇനി 7-8 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വാക്യങ്ങൾ മുൻപ് പറഞ്ഞു വന്നതിൻ്റെ തുടർമാനമായി കല്ലിൻ്റെ വേറെ വിശേഷങ്ങളെപ്പറ്റി പത്രോസ് വീണ്ടും പറയുക. ഇതുവരെ ഈ യേശുക്രിസ്തു കല്ലിനെ പറ്റിയുള്ള ചില വർണ്ണനകൾ നൽകിയാണ്. ഇനി പറഞ്ഞു വന്നതിൻ്റെ അടുത്ത വിശേഷങ്ങളോട്ട് പത്രോസ് ഇടയ്ക്കുകയാണ്. 7-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എന്ന് പറയും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. എന്താണ് ആ മാന്യത എന്ന് പറയുന്നത്? എന്താണ് ആ മാന്യത? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. എന്താണ് ആ മാന്യത എന്ന് പറയുന്നത്? അത് തൊട്ടുമുമ്പ് പറഞ്ഞു. അതെന്താണ് പറഞ്ഞത്? നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ച് പോകുകയില്ല. ഒരു കാലത്ത് നിങ്ങൾ
ലജ്ജിച്ചു പോകുകയിൽ അതാണ് മാന്യത. വിശ്വസിക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിതരായി തീരത്തില്ല എന്ന് പറയുന്ന മാന്യത നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ മാന്യത എന്താണ്? നമ്മുടെ മാന്യത എന്താണ്? ഒരു കാലത്തും നാം അനുഭവിക്കുന്ന രക്ഷയുടെ അനുഭവങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടി വരികയില്ല. രക്ഷയുടെ സമ്പൂർണതയെപ്പറ്റി, നമ്മുടെ രക്ഷാപൂർണതയെപ്പറ്റി ഒരു കാലത്ത് ലജ്ജിക്കേണ്ട കാരണമില്ല. അത് പത്രോസ് പറയുകയാണ്, വിശ്വസിക്കുക, നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നിങ്ങൾ ലജ്ജിച്ച് പോകേണ്ടി വരികയില്ല എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം ബഹുമതികളുണ്ടോ ആ ബഹുമതികളെല്ലാം നമുക്കും അനുഗ്രഹമായിട്ട് അവൻ നൽകിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ഒട്ടനവധി നന്മകൾ നൽകിയിരിക്കുകയാണ്. അവൻ്റെ റൈച്ചസ്നസ്, ക്രിസ്തുവിൻ്റെ നീതി നമ്മളിലോട്ടും വ്യാപിച്ചിരിക്കുകയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ 7-ാം വാക്യത്തിൽ അടുത്ത ഭാഗത്ത് കടന്നു വരുമ്പോൾ, 7-ന്റെ 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് വീണ്ടും വേറൊരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു എന്ന് പറയാം. 118-ന്റെ സങ്കീർത്തനം 118-ന്റെ 22-ാം വാക്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. പത്രോസ് ഓർപ്പിക്കുകയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. ഇവിടെ ഓർപ്പിക്കുകയാണ്. ഈ ഭാഗം, ഈ വാക്യം സങ്കീർത്തനം 118-ന്റെ 22 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും പൊതുജീവിതത്തിൽ ഉപയോഗിച്ചു. മത്തായിയുടെ സുവിശേഷം 21-ന്റെ 42 മുതൽ 44 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17-18 ഭാഗങ്ങളിൽ നമ്മുടെ കർത്താവും ഇതന്നെ ഇവിടെ ഉദ്ധരിച്ചു. കർത്താവ് ഇത് ഉദ്ധരിച്ചിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും, അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് കർത്താവ് പറയുക. കർത്താവ് 112 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ട് കല്ലിൻ്റെ വിശേഷത്തെപ്പറ്റി കർത്താവ് എടുത്ത് പറയുന്ന ഇപ്രകാരമാണ്, ഈ കല്ലിന്മേൽ ആരെങ്കിലും വീഴുന്നുവോ അവൻ എന്ത് ചെയ്യും? തകർന്നു പോകും. ആരുടെ മേലെങ്കിലും ഈ കല്ല് വീണാൽ അവസാനം അവനെങ്ങനെ ആയിത്തീരും? ധൂളിയായിത്തീരും, പൊടിയായിത്തീരും എന്ന് ഉറപ്പിക്കുക. ഇവിടെ പറയുന്ന തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുകയാണ് സങ്കീർത്തനത്തിൽ. ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഈ വാക്യത്തെപ്പറ്റി യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അതായത് അവരുടെ ഇടയിൽ പ്രകാരം പറയുന്നുണ്ട്, ഇങ്ങനെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർ പറയാറുണ്ട്, ശലോമോൻ രാജാവ് ദേവാലയം പണി ആരംഭിച്ചപ്പോൾ ഈ ദേവാലയ പണിക്ക് ആവശ്യമായിരിക്കുന്ന കല്ലുകൾ തൊട്ട് താഴെയുള്ള ദേവാലയ മലമുകളിലാണ്, തൊട്ട് താഴെയുള്ള ക്വാറിയിൽ നിന്നാണ്, പാറ ഖനിയിൽ നിന്നാണ് പാറ വെട്ടിയെടുത്ത് മുകളിലെത്തിച്ചത്. ഈ ക്വാറിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം ചെയ്ത് അതിൻ്റെ അളവിലും അനുപാതത്തിലും കറക്റ്റ് മെഷർമെൻറ്റ് അവിടെ വെച്ച് തീർത്ത് ഓരോ കല്ലുകളും അവർ മുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിൽ നിന്ന് വിളിച്ച് പറയും കല്ല് വേണം പറയുമ്പോൾ താഴെ നിന്ന് സൈസിന് അനുസരിച്ച് പാറകൾ മുകളിൽ എത്തിക്കുക. അത് വെച്ചങ്ങ് പണിയുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന ശേഷം പിന്നെ അടിച്ച് പണിയില്ല, താഴെ വെച്ച് തന്നെ കുറവ് തീർത്ത് മുകളിൽ എത്തിക്കുക. അങ്ങനെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക പാറ ഇവിടെ താഴെ ജോലിക്കാർ മുകളിലെത്തിച്ചു. അത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതെടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല, എന്ന് വെച്ചാൽ സൈസ് കൊണ്ടും ആനുപാതികം കൊണ്ടും ചേരുന്നില്ല, അത് സൂട്ടാകത്തില്ല. അത് സൂട്ടാകാതെ വന്നപ്പോൾ, ചേരാതെ വന്നപ്പോൾ ആ പാറ എടുത്ത് മാറ്റി കുന്നിന് മുകളിലോട്ട് മാറ്റി വെച്ചു. അത് പിന്നീട് ജോലിക്കാരെല്ലാം മറന്നുപോയി, അവരുടെ ശ്രദ്ധയില്ല, ഒരു കല്ലിനെ പറ്റി ഓർമ്മയില്ല. അത് പൊടി പിടിച്ചും ചെളി പിടിച്ചും പായൽ പിടിച്ചും കാട് കയറി അവിടെ കിടന്നു.
പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക കല്ല് അവർക്ക് ആവശ്യമായി വന്നു. ഒരു പ്രത്യേക സ്ഥാനത്ത് വെക്കാൻ വേണ്ടി ഒരു പാറ അവർക്ക് ആവശ്യമായി വന്നു. ഉടനെ മുകളിൽ നിന്ന് പണിക്കാരെ വിളിച്ച് താഴെ ജോലി ചെയ്യുന്ന കോറിയിൽ പണി ചെയ്യുന്ന ജോലിക്കാരോട് പറഞ്ഞിരിക്കുകയാണ്, ഈ മെഷർമെൻറ്റിൽ ഒരു പാറ എത്രയും വേഗം എത്തിക്കണമെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, എത്രയോ നാൾ മുമ്പ് ഞങ്ങളുടെ പാറ അവിടെ എത്തിച്ചിട്ടുണ്ട്, നിങ്ങളായി പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ പായൽ പിടിച്ചും ചെളി പിടിച്ചും കാട് കയറി കിടക്കുന്ന ആ പാറ അവർ കണ്ടെത്തി. അത് വൃത്തിയാക്കി എടുത്തു. അത് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. അവിടെ ചരിത്രം പറയുന്നത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് വിശേഷപ്പെട്ട കല്ലായി തീർന്നു, ഉപയോഗിക്കാൻ പറ്റുന്ന കല്ലായി തീർന്നു എന്നാണ് അവിടെ ഐതിഹ്യം പറയുന്നത്. ഇവിടെ പത്രോസ് ആ വാക്യം എടുത്തിട്ട് ഈ കല്ലിൻ്റെ പ്രത്യേകത പത്രോസ് ഓർപ്പിക്കുകയാണ്. ഈ കല്ല് എന്താണ്? ഈ കല്ല് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ അവൻ യഹൂദ ജാതിക്കായിട്ട് വന്നവരാണ്. യഹൂദന്മാർക്ക് വേണ്ടിയാണ് അവൻ വന്നത്. എന്നാൽ യഹൂദ ജാതിയും അവരുടെ ജനവും ഭരണാധിപന്മാരും അവനെ സ്വീകരിക്കാതെ എന്ത് ചെയ്തു? അവനെ തള്ളിക്കളഞ്ഞു, അവനെ വിഭജിച്ചു കളഞ്ഞു. ഞങ്ങൾക്കിവനെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു. അവസാനം അവരവനെ ക്രൂശിലേറ്റി. എന്നാൽ പിതാവാം ദൈവം അവനെ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വലതു ഭാഗത്ത് അവനെ ഇരുത്തി. ഇന്ന് സഭയ്ക്ക് വേണ്ടി അവൻ മധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടായിരിക്കുന്ന ഈ കല്ലായ ക്രിസ്തു സഭയുടെ മൂലക്കല്ലായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു. ഹൃദയങ്ങൾ അവന് സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് തൻ രാജ്യം സ്ഥാപിക്കാനായിട്ട് ഇവൻ മടങ്ങി വരികയാണ്. അന്ന് യഹൂദജാതി പരസ്യമായിട്ട് എന്ത് ചെയ്യുന്നു? മൂലക്കല്ലായി ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ അവൻ വെളിപ്പെട്ട് വരുമ്പോൾ ഈ മൂലക്കല്ലായ ക്രിസ്തുവിനെ യഹൂദജാതി പരസ്യമായിട്ട് അംഗീകരിക്കും. ഇപ്പോൾ അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഈ തള്ളിക്കളഞ്ഞ കല്ലിനെ ഒരിക്കൽ യഹൂദജാതി പരസ്യമായിട്ട് സ്വീകരിക്കുന്ന സമയം വരികയാണ്. എന്നാൽ സഭയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ സഭയുടെ മൂലക്കല്ലായി തന്നിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ക്രിസ്തു രാജാതി രാജാവായിട്ട് വാഴുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ 7-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ 7-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നതും കർത്താവ് പറയുന്നതും കൂടെ ചേർത്തെന്ന് വായിക്കുമ്പോൾ, അതായത് മത്തായിയുടെ സുവിശേഷം 21:42 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളും ലൂക്കോസ് 20:17 വാക്യങ്ങളും പത്രോസ് 7-ാം വാക്യത്തിൽ പറയുന്ന തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കലായി തീർന്നു എന്ന് പറയുന്നതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവർക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ പത്രോസ് നൽകുന്നത്. കർത്താവ് അതന്നെ പറയുന്നു. കർത്താവ് പറഞ്ഞ എന്താണ്? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് കർത്താവ് പറയുണ്ടായി. അപ്പോൾ ഈ കല്ലിൻ്റെ പ്രത്യേകത, ആരെങ്കിലും ഈ കല്ലിൽ വീണാൽ, അതായത് ഈ ക്രിസ്തുവിനെ അവിശ്വസിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്താൽ, ഈ കല്ലിന്മേൽ അവർ വീണാൽ, തട്ടി വീണാൽ അവർ എന്ത് ചെയ്യുന്നു? അവർ തകർന്നു പോകും. ക്രിസ്തുവിനെ തിരസ്കരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇതിൽ തട്ടി തകർന്നു പോകും. അത് മാത്രമല്ല, ആരുടെയെങ്കിലും മേൽ ഈ കല്ല് വീണാൽ അവരുടെ ന്യായവിധി എങ്ങനെയായിത്തീരുന്ന പോലെയാണ്? പൊടി പോലെ ആയിത്തീരും. അന്ത്യന്യായവിധിയിൽ ഈ കർത്താവായ ക്രിസ്തു ഈ കല്ല് ന്യായവിധിയായിട്ട് തീരുവാൻ പോവുകയാണ്. ഇപ്പോൾ അവിശ്വാസികൾക്ക്
അവനെ അവിശ്വസിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തവർക്ക് ആ കല്ലിൽ തട്ടി അവർ തകരുന്നു. ഭാവിയിൽ ഈ കല്ല് അവർക്ക് കെണിയായിത്തീരുന്നു. അവർ തട്ടി ഒരു ചാമ്പലായിത്തീരുന്നു, ധൂളിയായിത്തീരുന്നു, അഥവാ ന്യായവിധിക്ക് ഇടയായിത്തീരുന്നു എന്ന് കർത്താവ് ഇവിടെ ഓർപ്പിക്കുക. 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു എന്നവിടെ പറയുക. അതിന് അവരെ വെച്ചുമിരിക്കും. പത്രോസ് അവരോട് പറയുകയാണ്, വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കും. ഇവർ ഇടറിപ്പോകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇവർ ഇടറിപ്പോകാനുള്ള സാധ്യത? കാരണം അവർ സ്വയം വചനത്തെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ കേട്ടിട്ടും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം രക്ഷ പ്രാപിക്കാനുള്ള ആഗ്രഹം അവർക്ക് ഇല്ല. ഈ കല്ല് ആരാണെന്നറിയാം, എന്താണെന്നറിയാം, പ്രത്യേകത അറിയാം, എല്ലാം അറിയാം, പക്ഷേ രക്ഷിക്കപ്പെടാനുള്ള താല്പര്യം അവർക്ക് ഇല്ല. അതുകൊണ്ട് വചനം അനുസരിക്കാകിയാൽ അവർ ഇടറിപ്പോകുന്നു, അഥവാ അതിൽ തട്ടി വീഴുന്നു, അതിനവരെ വെച്ചുപിരിക്കണം എന്ന് പറയുക. അപ്പോൾ അവിശ്വാസിയുടെ മേൽ ന്യായവിധി വരും. കാരണം അവർ സ്വയം കർത്താവിനെ തിരസ്കരിച്ചു. മനുഷ്യന് സ്വീകരിക്കുവാണെങ്കിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവിനെ സ്വയമായിട്ട് അവർ തിരസ്കരിക്കുകയാണ്. മനുഷ്യൻ ന്യായവിധിയിലേക്ക് എടുക്കപ്പെടുവാനുള്ള കാരണം സ്വയമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്, അവരുടെ തിരഞ്ഞെടുപ്പാണ്. മനഃപൂർവ്വമായി വചനം തിരസ്കരിച്ചവരെ എന്തിനു വേണ്ടി നിയമിച്ചിരിക്കുന്നു? ന്യായവിധിക്കായിട്ട് ദൈവം തിരസ്കരിച്ചു. രക്ഷിക്കപ്പെടാനിരിക്കുന്ന എല്ലാ സാധ്യതയും ദൈവം ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷെ വചനം സ്വീകരിക്കാകിയാൽ ദൈവം അവരെ ന്യായവിധിക്കായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവർ എന്തായിത്തീരുന്നു? ഇടറിപ്പോകും. അവർ അതിൽ തട്ടി വീഴുകയാണ്. എന്നാൽ അവർ പറയുന്നത്, ഞാൻ ഈ അവസ്ഥയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ പൊയ്ക്കൊള്ളാം, അവരെന്ന് സ്വയം തീരുമാനിച്ചാൽ, ഉള്ളത് സംതൃപ്തിപ്പെട്ട് ഇങ്ങനെയൊക്കെ പൊയ്ക്കൊള്ളാം എന്ന് സ്വയം തീരുമാനിച്ചാൽ അവസാനം അവനെ ന്യായവിധിയിലോട്ട് ദൈവം കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ കടമയാണ്. ദൈവവചനം അവനെത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവനെ പാപിയാണ് എന്ന് ബോധ്യം വരുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പദ്ധതിയാണ്. എന്നാൽ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് സ്വയം എടുക്കേണ്ട വ്യക്തിയാണ്, സ്വയം തീരുമാനിക്കേണ്ട വിഷയമാണ്. അങ്ങനെ തീരുമാനിക്കാതെ ഈ കല്ലിൽ തട്ടി ഇടറിപ്പോയാൽ പിന്നെ അവനെ ന്യായവിധിക്കായിട്ട് അവനെ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വിശ്വാസികളോട് പത്രോസ് 5 വിധ പ്രിവിലേജുകളെപ്പറ്റി, അവരുടെ പദവികളെപ്പറ്റി ഓർപ്പിക്കുകയാണ്. 5 പദവികൾ വിശ്വാസികൾക്കുണ്ട് എന്ന് പത്രോസ് ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ അവരുടെ പ്രത്യേകത, നമുക്കതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളോ, ഒന്ന് വായിക്കാമോ? നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. 10-ാം വാക്യം കൂടെ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഓക്കെ, ഈ വാക്യങ്ങളിൽ ദൈവസഭയുടെ, ദൈവജനത്തിന്റെ 5 പ്രിവിലേജസ്, 5 പദവികളെ പറ്റി പത്രോസ് ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന ഒരു ജാതി. ഒരിക്കൽ ഇസ്രായേൽ ജനത്തിന് മാത്രമായി അവകാശപ്പെട്ട പദവിയായിരുന്നു ഇത് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം, തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന ഒരു ജാതി. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി പറയുമ്പോൾ ഇസ്രായേലും ജാതികളും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് ഈ അനുഭവം എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ടു തന്നെയാണ്, പക്ഷേ അതിനോട് ചേർന്ന് ആരും കൂടി അനുഭവിക്കുന്നു? ജാതികളായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനം കൂടി എന്തനുഭവിക്കുന്നു? തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതി എന്ന് പറയുന്ന പദം, അലങ്കാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവർക്ക് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്ന ജാതി എന്ന് പറയുന്ന പദവി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ, രാജകീയ പുരോഹിത വർഗം.
നിങ്ങൾ രാജകീയ പുരോഹിത വർഗം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് പുരോഹിതന്മാരുണ്ടായിരുന്നു, അവർക്ക് മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ പ്രത്യേകത എന്താണ്? രക്ഷിക്കപ്പെടാതിരിക്കുന്ന ഓരോ ദൈവ പൈതലും രാജകീയ പുരോഹിത വർഗമാണ്. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായ തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് പറയും. പഴയ നിയമത്തിൽ മധ്യസ്ഥനുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകത, നമുക്കൊരു ഈ ഭൂമിയിൽ ഒരു മധ്യസ്ഥൻ പറയാനായിട്ട് ഇല്ല. നമ്മുടെ മധ്യസ്ഥൻ ആരാണ്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥൻ. പഴയ നിയമത്തിൽ പുരോഹിതനുണ്ടായിരുന്നു, അവനെയാണ് മധ്യസ്ഥൻ പറയുന്നതാണ്, അവരെയാണ് വികാരം എന്ന് പറയുന്നത്, മധ്യസ്ഥ അടയ്ക്കുക. നമ്മുടെ മധ്യസ്ഥ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. നമ്മെ ഓരോരുത്തരെയും രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുക. 2ാമത്തെ പ്രിവിലേജ്, 2ാമത്തെ നമ്മുടെ അനുഭവം, നന്മ. 3-ാമത്തത് വിശുദ്ധ വംശം. ഒരിക്കൽ ഇസ്രായേലിന് മാത്രമായിട്ട് അവകാശപ്പെട്ട പദവിയായിരുന്നു വിശുദ്ധ വംശം എന്ന് പറയും. അവർക്ക് മാത്രമായിട്ട് അറിയപ്പെട്ടിരിക്കുന്ന പദവിയായിരുന്നു ഒരു വിശുദ്ധ വംശം. എന്നാൽ അവർ ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് ചുറ്റുമുള്ള ജാതികളുമായിട്ട് ഇടപെട്ട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ സേവിച്ച് പാപം നിറഞ്ഞതായിരിക്കുന്ന ആചാര രീതികളിലോട്ട് പോയത് ഫലമായിട്ട്, അന്യദൈവങ്ങളെ ആശ്രയിച്ച ഫലമായിട്ട്, അന്യദൈവങ്ങളിൽ വിശ്വാസം അർപ്പിച്ചത് ഫലമായിട്ട് വിശുദ്ധ വംശം എന്ന് പറയുന്ന ആ പദവി അവർക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് യഹൂദന് വിശുദ്ധ വംശം എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. കാരണം മറ്റുള്ള ജാതികളുമായിട്ട് അവരുടെ ആരാധനാ സംവിധാനങ്ങളുമായിട്ട് സ്വീകരിച്ചത് ഫലമായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഈ വിശുദ്ധ വംശം എന്ന് പറയുന്ന പദവി അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ, ഈ ഇസ്രായേലിൻ്റെ പ്രത്യേകത, ഇസ്രായേൽ ഒരു അവസാനം അവർ മശിഹായിലേക്ക് നോക്കും. മശിഹായിൽ നോക്കിയിട്ട് അവർ മശിഹായെ പരസ്യമായി സ്വീകരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ സമയം വരുമ്പോൾ നഷ്ടപ്പെട്ടായിരിക്കുന്ന അവകാശം അവർക്ക് തിരികെ കിട്ടും. എന്നാൽ പുതിയ സഭയ്ക്ക് വിശുദ്ധ വംശം എന്ന് പറയുന്ന പദവി നമുക്ക് വീണ് കിട്ടി. റോമാലേഖനം 9 മുതൽ 11 വരെ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മെ അവൻ വിശുദ്ധ വംശമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ യഹൂദന് നഷ്ടപ്പെട്ടപ്പോൾ നമുക്കത് ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. 4ാമത്തെ പ്രിവിലേജ്, പദവി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പത്താണ് എന്ന് പറയുന്നത്. മലയാളത്തിൽ വായിക്കുന്നത് സ്വന്തം ജനം എന്നാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഗോഡ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്പത്താണ് ആര്? സഭ എന്ന് പറയും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സമ്പത്തായി തീർന്നത്? പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിനെ പറ്റി പറയുന്നത് 19:5 വാക്യ പ്രകാരമാണ്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ മോശ പറയുക. ഗോഡ്സ് പൊസഷൻ, സ്വന്തം ജനം അഥവാ ദൈവത്തിൻ്റെ സമ്പത്ത്. ഈ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ടു പർച്ചേസ് എന്നാണ്, വില കൊടുത്ത് വാങ്ങിക്കുക, അക്വയർ ഫോർ എ പ്രൈസ് എന്നാണ്. പുതിയ സഭയുടെ പ്രത്യേകത എന്താണ്? കർത്താവായ യേശുക്രിസ്തു നമ്മെ വില കൊടുത്ത് വാങ്ങിയവരാണ്. കാരണം ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് നാം ആരാണ്? ക്രിസ്തുവിൻ്റെ സമ്പത്താണ്, ഗോഡ്സ് പൊസഷനാണ്, ദൈവത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകത അതിൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച സഭ, നമ്മെ ഓരോരുത്തരെയും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ രക്തം കൊണ്ട് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നാം ആരാണ്? ദൈവത്തിൻ്റെ സമ്പത്ത്. കാരണം വില കൊടുത്തു, വില കൊടുത്തു. നമുക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അവൻ വില കൊടുത്തു. നാം അനുഭവിക്കുന്ന രക്ഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ കഠിനാധ്വാനമൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല, നാം പണം മുടക്കിയിട്ടില്ല, ഫ്രീ ആയിട്ട് കിട്ടിയതാണ് രക്ഷ എന്ന് പറയും.
പക്ഷെ അതിന് ചീപ്പായിട്ട് കാണുവാനായിട്ട് നമുക്ക് പാടുകയില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു വലിയ വില അതിന് കൊടുത്തു. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. വലിയ വില കൊടുത്താണ് നമുക്ക് അത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷ ഒരിക്കലും ലാഘവത്തോടെ കാണേണ്ടതല്ല. കാരണം നമ്മുടെ പദവി അവൻ ഉയർത്തി തന്നു, നാം ദൈവത്തിൻ്റെ സമ്പത്താക്കി തീർത്തിരിക്കുകയാണ്. അത് നാലാമത്തെ പ്രിവിലേജ്. അഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ ജനമായി തീരുവടയായി തീർന്നത്? ദൈവം നമ്മോട് കരുണ കാണിച്ചു. അവൻ നമ്മോട് കരുണ കാണിച്ചപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ജനമായി തീരുവടയായത്. അതാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്. കരുണ ലഭിച്ചത് ഫലമായി നിത്യന്യായവിധിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു? മോചനം ലഭിച്ചു. അത് 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന് ജനം. എങ്ങനെയാണ് ജനമായി തീർന്ന് വായിക്കുന്നത്? കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചു. അപ്പോൾ കരുണ കാണിച്ചത് കൊണ്ട് നാം ആരായിത്തീരുന്നു? ദൈവത്തിൻ്റെ ജനമായിത്തീർന്നു. അപ്പോൾ നമ്മുടെ 5 പദവികൾ, ദൈവമക്കളായ നമ്മുടെ 5 പദവികൾ പത്രോസ് പറയാണ്. 1, നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. 2, രാജകീയ പുരോഹിത വർഗമാണ്. 3, വിശുദ്ധ വംശമാണ്. 4, ദൈവത്തിൻ്റെ സമ്പത്താണ്. 5 ദൈവത്തിൻ്റെ ജനമാണ്. നമുക്ക് ഇവിടെ പറയുന്ന 5 പദവികളും ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. ഈ നന്മകൾ, ഈ 5 പദവികൾ അനുഭവിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പത്രോസ് ഓർപ്പിക്കുന്നത്. ഈ 5 പദവികൾ നിങ്ങൾക്ക് ലഭിച്ചു. അമൂല്യമായിട്ടുള്ള 5 പ്രിവിലേജസ് ആണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5 പദവികൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത് പത്രോസ് പറയുന്നുണ്ട്, അതിൻ്റെ ആരംഭത്തിൽ വാക്യം പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ കടപ്പെട്ടവരാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഈ 5 പദവികൾ അനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അന്ധകാരത്തിൽ നിന്നും അത്ഭുതപ്രകാശത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അപ്പോൾ ഈ 5 പദവികൾ നാം അലങ്കരിക്കുമ്പോൾ നമുക്ക് കടമയുണ്ട് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കും. അവനെ മറക്കുവാൻ പാടില്ല. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയായിരിക്കുന്ന അനുഭവമാണ്. ഒരു കാരണവശാലും അവനെ മറക്കുവാൻ, ഉപേക്ഷിക്കുവാൻ നമുക്ക് പറ്റുകയില്ല. ഈ സൽഗുണങ്ങളെ ഘോഷിപ്പാൽ നാം കടപ്പെട്ടവരാണ്. ഇങ്ങനെ ഞാൻ പറയട്ടെ, അബ്രഹാമിൻ്റെ വിളി മുതൽ മശിഹായുടെ 1-ാമത്തെ വരവ് വരെ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. നമ്മൾ പറയാം, അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ മശിഹ തമ്പുരാൻ ഈ ലോകത്തിൽ വന്ന 1-ാം വരവ് വരെ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. അവരുടെ പാപവും അകൃത്യവും അവിശ്വസ്തയും ഒക്കെ അതികഠിനമായി തീർന്നു പിൽക്കാലത്ത്. അത് ഫലമായിട്ട് അല്പകാലത്തേക്ക് സ്വന്തം ജനം എന്നുള്ള പദവിയിൽ നിന്ന് അവരെ അല്പം മാറ്റി നിർത്തിയിരിക്കുക. എന്നിട്ട് ആ പദവി ആർക്ക് തന്നു? ദൈവസഭയായിരിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം അവർക്ക് സംഭവിച്ചായിരിക്കുന്ന മൂല്യച്യുതി, ആത്മീയ അധപ്പതനം സംഭവിച്ചുകൊണ്ട് സ്വന്തം ജനം എന്ന് പറയുന്ന പ്രിവിലേജ് അവരിൽ നിന്ന് മാറ്റിയിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കണം. ഈ വർത്തമാന യുഗത്തിൽ നാം ജീവിക്കുന്ന ഈ വർത്തമാന യുഗം എന്ന് പറയുമ്പോൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൾപ്രാവണം വരെയുള്ളായിരിക്കുന്ന കാലഘട്ടത്തെയാണ് വർത്തമാന യുഗം എന്ന് പറയുന്നത്. ഈ വർത്തമാന യുഗത്തിൽ അഥവാ പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൾപ്രാവണം വരെയുള്ളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ ജനമുണ്ടായി, പുതിയ വിഭാഗം രൂപപ്പെട്ടു. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിക്കുന്നത്. ഈ വർത്തമാന കാലയളവിലാണ് സഭ രൂപം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ നാം എല്ലാവരും ഇപ്പോൾ ഒരു പരന്തറ്റിക്കൽ പീരീഡിനകത്ത് നിൽക്കുക. ഒരു ചെറിയ കാലയളവ് മാത്രമേ ഉള്ളൂ സഭായുഗം എന്ന് പറയുന്നത്. ഒരു പരന്തറ്റിക്കൽ പീരീഡിനകത്ത് നിൽക്കുക, ഒരു ചെറിയ ഒരു ഇടവേളയിൽ നിൽക്കുക.
ദാനിയേൽ പ്രവചനം നാം പഠിച്ചു ചെല്ലുമ്പോൾ 9-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിന്റെ ജനത്തിന് ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിന്റെ ജനത്തിന്, അതായത് ദാനിയേലിനോട് പറയുകയാണ് നിന്റെ ജനം, ദാനിയേലിൻ്റെ ജനം. ആരാണ് ദാനിയേലിൻ്റെ ജനം? ഇസ്രായേൽ. നിന്റെ ജനത്തിന്, ഇസ്രായേലിന് ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അത് സഭയ്ക്കുള്ളതല്ല, ഇസ്രായേൽ പാലിക്കുന്ന പ്രവചനമാണ്. നിന്റെ ജനത്തിന്, ദാനിയേലിന്, നിന്റെ ജനത്തിന്, നിന്റെ ജാതിക്കാർക്ക്, നിന്റെ യഹൂദന്മാർക്ക് ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നാം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആ 70 ആഴ്ചവട്ടത്തെ പറ്റി പഠിച്ചു വരുമ്പോൾ 69 ആഴ്ചവട്ടം ചരിത്രത്തിൽ അക്ഷരമായിട്ട് നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും എത്ര ആഴ്ചയോടുണ്ട്? ഒരാഴ്ചയോട് മാത്രമുണ്ട്. ഒരാഴ്ചയോടും കൂടെ മാത്രമുണ്ട്. ഈ 69-നും 70-നും ഇടയ്ക്കാണ് ആരുള്ളത്? സഭ ഉള്ളത്. അതാ ഞാൻ പറഞ്ഞത് പരന്തറ്റിക്കൽ പീരീഡ്, പ്രസൻറ്റേജ്. പെന്തക്കോസ്ത് നാൾ മുതൽ ഉൾപ്രാണം ഉണ്ടായിരിക്കുന്ന കാലഘട്ടമാണ് സഭായുഗം എന്ന് പറയുന്നത്. അപ്പോൾ 69-നും 70-നും ഇടയ്ക്കാണ് ഇപ്പോൾ സഭ ആയിരിക്കുന്നത്. ഒരു ചെറിയ ഷോർട്ട് പീരീഡാണ്. നാം അനുഭവിക്കുന്ന ഈ ആത്മീയ അനുഗ്രഹങ്ങളും ഈ പദവികളും എല്ലാം എങ്ങനെ ലഭിച്ചു എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലുമാണ് നമുക്കിത് ലഭിച്ചത്. അർഹിക്കുന്നതല്ല. നമ്മുടെ പണമോ പ്രതാപമോ സമ്പത്തോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇതിന് യോഗ്യമല്ല. ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ദൈവത്തിൻ്റെ കൃപയാലുമാണ് ഈ അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പത്രോസ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിനെ ഒരു പാറയായിട്ട് ഉയർത്തി കാണിക്കുക. നാം ഇനി യേശു ക്രിസ്തുവിൻ്റെ ആ അവസ്ഥയെപ്പറ്റി പഠിക്കുമ്പോൾ, ക്രിസ്തു പാറ ആയിട്ട് നാം പഠിച്ചു വരുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അഥവാ യേശു ക്രിസ്തു തൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ യഹൂദ ജാതിക്ക് വേണ്ടി കടന്നു. എന്നാൽ യഹൂദ ജാതിക്ക് കർത്താവായ യേശു ക്രിസ്തു ഒരു ഇടർച്ചക്കല്ലായിട്ട് തീരുവാനിടയായിട്ട്. അവർക്ക് യേശു ക്രിസ്തു ഒരു ഇടർച്ചക്കല്ലായിരുന്നു. റോമാലേഖനം 9:32-31 വാക്യങ്ങൾ കാണുമ്പോൾ യഹൂദന്മാർക്ക് ക്രിസ്തു ഒരു ഇടർച്ചക്കല്ലായിട്ട് തീർന്നു. അവനെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ കഴിഞ്ഞില്ല. ക്രിസ്തു അവർക്കൊരു ഇടർച്ചക്കല്ലായി തീർന്നു. രണ്ടാമത്തെ പ്രത്യേകത, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ സകല മാനവ ജാതിക്കുമായിട്ട് ഒരു അടിക്കപ്പെട്ട പാറയായിട്ട് തീർന്നു. ഈ ക്രിസ്തു കാൽവറിയിൽ അടിക്കപ്പെട്ടു. അവൻ മുഖാന്തരമാണ് മനുഷ്യവർഗത്തിന് രക്ഷ ആസ്വദിക്കാനായിട്ട് ഇടയായത്. ഈ പാറ കാൽവറിയിൽ അടിക്കപ്പെട്ടു. മൂന്നാമത്തെ പ്രത്യേകത, ഇന്ന് സഭയ്ക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആരാണ്? മൂലക്കല്ലായിട്ട് തീർന്നിരിക്കുന്നത്. നാലാമത്തെ പ്രത്യേകത, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവെങ്കിൽ ഇനിയും വരുവാൻ പോകുമ്പോൾ യഹൂദ ജാതിക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആണിക്കല്ലായി തീരാൻ പോകുകയാണ്. സക്കറിയാ പ്രവചനം 4:7 വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവർക്കന്നൊരു ആണിക്കല്ലായിട്ട് തീരുവാൻ പോവുകയാണ്. അഞ്ചാമത്തെ പ്രത്യേകത, അവിശ്വാസികൾക്ക്, ലോകത്തിൽ നിന്ന് പാർക്കുന്ന അവിശ്വാസികൾക്ക് യേശു ക്രിസ്തു ഒരു തകർക്കുന്ന കല്ലായിട്ട് തീരുവാൻ പോവുകയാണ്. ക്രിസ്തുവിനെ ആര് തിരസ്കരിക്കുന്നു, ഉപേക്ഷിക്കുന്നു, അവർക്ക് ക്രിസ്തു ഒരു തകർക്കപ്പെടുന്ന പാറയായിട്ട് തീരുവാൻ പോവുകയാണ്. ആറാമത്തെ പ്രത്യേകത, ജാതീയ ലോക ശക്തികൾക്ക് ഭാവിയിൽ യേശു ക്രിസ്തു കൈതൊള്ളാത്ത കല്ലായിട്ട് ഭൂമിയിൽ വീഴാൻ പോവുകയാണ്. ദാനിയേൽ പ്രവചനം 2:24 വാക്യത്തിൽ കടന്നു വരുമ്പോൾ കൈതൊള്ളാത്ത കല്ലായിട്ട് ജാതിയുടെ ന്യായം പിടിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വരുവാൻ പോവുകയാണ്. ഏഴാമത്തെ പ്രത്യേകത, ഈ തകർന്നു പോകുന്ന ഈ കൈതൊള്ളാത്ത കല്ല് വന്ന് തകർത്ത് കളഞ്ഞു എങ്കിൽ തന്നെയും ജാതീയ ലോകത്തെ തകർത്ത ശേഷം പിന്നത്തേതിൽ ഈ പാറയാകുന്ന ക്രിസ്തു ഒരു മഹാപർവ്വതമായി തീരുവാനായിട്ട് പോവുകയാണ്. അത് ദാനിയേൽ പ്രവചനം 2:25 വായിക്കുന്നു. ഈ ക്രിസ്തു പിൽക്കാലത്ത് ഭാവിയിൽ ഒരു മഹാപർവ്വതമായി തീരുവാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടമ എന്താണ്? ക്രിസ്തുവിൻ്റെ വിശേഷതകളെ പറ്റിയാണ് പത്രോസ് പറഞ്ഞത്. അവൻ പാറയായിരുന്നു, പാറയായി വെളിപ്പെട്ടു. പല പല സ്വഭാവങ്ങൾ, പല പല രീതികളെപ്പറ്റി പത്രോസ് പറയുകയാണ്.
അതുകൊണ്ട് നമ്മുടെ കടമ എന്താണ്? നാം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും അല്പപ്രയാസത്തേക്ക് വിളിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്തുകൊണ്ട് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ രാജാവായിട്ട് അവൻ തീർന്നിരിക്കുന്നു. നാം അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന കല്ലായിട്ട് സ്ഥാപിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട്, ആ നന്മ അനുഭവിക്കുന്നുണ്ട്, ഈ 5 പദവികൾ നിങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പത്രോസ് ഓർപ്പിക്കുകയാണ്: നിങ്ങൾ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും സുവർണ്ണമായിരിക്കുന്ന അനുഭവങ്ങൾ നഷ്ടപ്പെടുത്താതെ എവിടെയെല്ലാം കർത്താവിനെ സാക്ഷിക്കാൻ പറ്റുമോ, എന്തെല്ലാം കർത്താവിനോട് ചെയ്യാൻ പറ്റുമോ, ഏതെല്ലാം നിലകളിൽ അവൻ്റെ വേലയിൽ പങ്കെടുത്താൻ വയ്ക്കാൻ കഴിയുമോ, അത് പോയി ആയാലും സഹായിച്ചായാലും ഏതെല്ലാം നിലകളിലാണ് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ട് കഴിയുന്നത്, അത് പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നത്, അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നു, ആ എല്ലാ നിലകളിൽ നമുക്ക് ആയിത്തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ്. ഈ പദവികൾ നാം ഫ്രീയായി അനുഭവിക്കുമ്പോൾ അവനെ ഘോഷിക്കുവാൻ നാം ഒരിക്കലും മറന്നു പോകരുത്. അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെ ഒരുപോലെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.